സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും തന്നെ ഐഫോണോ അഥവാ ആൻഡ്രോയിഡ് ഫോണോ ഉപയോഗിക്കുന്നവരായിരിക്കും. ഇങ്ങനെയുള്ള സ്മാർട്ട് ഫോണുകളുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം എന്ന് നോക്കാം. ആദ്യം മാസങ്ങളായി ഉപയോഗിക്കാത്ത ആപ്പുകൾ ഡിലീറ്റ് ചെയ്യാം. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിരവധി ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ഇവയിൽ ചില ആപ്പുകൾ വല്ലപ്പോഴും ഉപയോഗിക്കുന്നതും ചിലത് മാസങ്ങളായി ഉപയോഗിക്കാത്തവയായിരിക്കും. നിങ്ങൾ ഈ ആപ്പുകൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും അവ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ടാകും. ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് പുഷ് നോട്ടിഫിക്കേഷൻ അയച്ചുകൊണ്ടേയിരിക്കും. ഫോൺ ബാറ്ററിയുടെ വലിയൊരു ഭാഗം നിങ്ങളറിയാതെ തിന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. ആൻഡ്രോയിഡ് ഫോണിൽ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട വിധം സെറ്റിങ്സിൽ പോവുക, ആപ്പ് സെലക്ട് ചെയ്യുക, അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇനി ഐഫോണിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആ ഐക്കണിൽ ടാപ്പ് ചെയ്യുക, അവിടെ ഒരു ഇൻറ്റു മാർക്ക് വരും, അതിൽ ടച്ച് ചെയ്യുക, ഡിലീറ്റ് വരും, ഡിലീറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം അത്യാവശ്യമില്ലാത്ത ആപ്പുകളുടെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഡിസേബിൾ ചെയ്യുക. ഫോണിലെ അധിക ആപ്പുകളും ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവയാണ്. ഇവ നിങ്ങളുടെ ഇമെയിലും ഫോൺ കോൺടാക്റ്റുകളുമായി സിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇവയിൽ എപ്പോഴും ഉപയോഗിക്കാത്ത ആപ്പുകളുടെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഡിസേബിൾ ചെയ്യുന്നത് ബാറ്ററി കൂടുതൽ സമയം നിൽക്കാൻ നല്ലതാണ്. ആൻഡ്രോയിഡ് ഫോണുകളിൽ ഓരോ ആപ്പുകളുടെയും ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ നിർത്തിവയ്ക്കാൻ പറ്റും. സെറ്റിങ്സിൽ പോവുക, ഡാറ്റ യൂസേജ് ആപ്പ് സെലക്ട് ചെയ്യുക, താഴെ കാണുന്ന റെസ്ട്രിക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓഫ് ചെയ്യുക. അതാണ് ആൻഡ്രോയിഡ് ഫോണിൽ ചെയ്യേണ്ടത്. മൊബൈൽ ഡാറ്റ ഉപയോഗം കുറയ്ക്കാനും ഇത് നല്ലതാണ്. ഇനി ഐഫോണിലാണെങ്കിൽ സെറ്റിങ്സിൽ പോവുക, ജനറലിൽ പോവുക, ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ റിഫ്രഷ്, അത് നിങ്ങൾക്ക് ഓഫ് ചെയ്യാനും ഓണാക്കാനും പറ്റും. ഓരോന്നും നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓഫ് ചെയ്യാനും ഓണാക്കാനും പറ്റും. പിന്നെ മൊത്തത്തിൽ ഓഫ് ചെയ്യാനും പറ്റും. മൊത്തത്തിൽ ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ആപ്ലിക്കേഷനുകൾ നിരന്തരം ക്ലോസ് ചെയ്യാതിരിക്കുക. തുറന്നിരിക്കുന്ന ആപ്പുകൾ ക്ലോസ് ചെയ്യുന്നത് ബാറ്ററി ലാഭിക്കാം എന്ന ധാരണ അധിക സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾക്കും ഉണ്ട്. സത്യത്തിൽ ഇത് നിങ്ങളുടെ ബാറ്ററിയുടെ ലൈഫ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അധികം ഉപയോഗിക്കുന്ന ആപ്പുകൾ തുറന്നു വെച്ച് പിന്നീട് തുറക്കുമ്പോൾ അധികം ബാറ്ററി ഉപയോഗിക്കാതെ തന്നെ നിർത്തിവെച്ച സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് തുടങ്ങാം. അതായത് ഐഫോണിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കളയാതിരിക്കുക. ഇങ്ങനെ എവിടെ നിർത്തിയോ അവിടെ നിന്ന് വീണ്ടും നമുക്ക് തുടങ്ങാൻ പറ്റും. അടുത്തതായിട്ട് ആപ്പ് നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്യുക. ആൻഡ്രോയിഡിലെയും iOSലെയും പല ആപ്പുകളും സ്വയം പുഷ് നോട്ടിഫിക്കേഷൻ അയച്ചുകൊണ്ടിരിക്കുന്നവയാണ്. ആപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇത്. ആവശ്യമില്ലാത്ത ഈ നോട്ടിഫിക്കേഷൻ ക്ലോസ് ചെയ്യുന്നതാണ് നിങ്ങൾക്കും ഫോണിന് നല്ലത്. അതായത് ഐഫോണിൽ സെറ്റിങ്സിൽ പോവുക, നോട്ടിഫിക്കേഷൻസിൽ പോവുക, അത് ഓരോന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് നോട്ടിഫിക്കേഷൻസ് ഏബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും പറ്റും. ഐഫോണിൽ അങ്ങനെ ചെയ്യുക. ആൻഡ്രോയിഡ് ഫോണിൽ സെറ്റിങ്സിൽ പോവുക, സൗണ്ട് ആൻഡ് നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക, ആപ്പ് നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. ഓരോ ആപ്ലിക്കേഷനിലും പ്രത്യേകം നോട്ടിഫിക്കേഷൻ നിർത്തിവയ്ക്കാനും പ്രയോറിറ്റി മാറ്റാനും പറ്റും. അടുത്ത ഫോൺ ഇമെയിൽ ചെക്ക് ചെയ്യേണ്ട സമയം കൂട്ടുക. iOSലാണ്. iOS ബാറ്ററി കുറയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഫോൺ നിരന്തരം ഇമെയിൽ ചെക്ക് ചെയ്യുന്നത്. പുഷ് നോട്ടിഫിക്കേഷനായും പ്രൊമോഷണൽ മെയിലുകളായും നിരന്തരം മെയിലുകൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് എത്തുന്നുണ്ട്. ഓരോ കുറഞ്ഞ സമയത്തും നിങ്ങളുടെ ഫോൺ ഇമെയിലുകൾ ചെക്ക് ചെയ്യുന്നത് ബാറ്ററിയുടെ ആയുസ് കുറയ്ക്കും. ഒന്നുകിൽ ഫോൺ മെയിൽ ചെക്ക് ചെയ്യുന്ന സമയം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ഇമെയിൽ പരിശോധന മാനുവലാക്കി സെറ്റ് ചെയ്യുക. iOSൽ സെറ്റിങ്സിൽ പോവുക, മെയിൽ ആൻഡ് കോണ്ടാക്ട്സ് സെലക്ട് ചെയ്യുക, ഫാസ്റ്റ് ഡാറ്റ സെലക്ട് ചെയ്യുക. അത് ഓഫ് ചെയ്യാനും ഓണാക്കാനും പറ്റും. അതുപോലെ അത് ഓഫ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അടുത്തത് ലൊക്കേഷൻ സർവീസ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ബാക്ക്ഗ്രൗണ്ട് ഡാറ്റയെ പോലെയും പുഷ് നോട്ടിഫിക്കേഷനെ പോലെയും പതുക്കെ ഫോൺ ബാറ്ററി കുടിച്ചു തീർക്കുന്ന കാര്യത്തിൽ വിരുദ്ധനാണ് ലൊക്കേഷൻ സർവീസും. GPS ഫോൺ ബാറ്ററി തിന്നു തീർക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഗൂഗിൾ മാപ്പിൽ നിങ്ങളുടെ ഫോൺ നിൽക്കുന്ന സ്ഥലം ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കലാണ് ലൊക്കേഷൻ സർവീസിൻ്റെ ജോലി. നിങ്ങൾ നിൽക്കുന്ന സ്പോട്ട് എപ്പോഴും അറിയേണ്ട ആവശ്യമില്ലെങ്കിൽ ഫോൺ കുറച്ചുകൂടി ജീവിച്ചിരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ലൊക്കേഷൻ സർവീസ് ഓഫ് ചെയ്യുക. iOSൽ ഗോ ടു സെറ്റിങ്സ്, പ്രൈവസി, ലൊക്കേഷൻ സർവീസ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. അത് ഓരോന്നും നിങ്ങൾക്ക്
ഓഫ് ചെയ്യാനും വൈൽ യൂസിങ് ദി ആപ്പ് അങ്ങനെ ചെയ്യാനും പറ്റും. ഓഫ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി ആൻഡ്രോയിഡ് ഫോണിൽ ഗോ ടു സെറ്റിംഗ്സ്, ജനറൽ, ലൊക്കേഷൻ ഓഫ് ചെയ്യുക. അടുത്തായിട്ട് ഓട്ടോ ബ്രൈറ്റ്നസ് സിസ്റ്റം സ്ക്രീൻ ഓഫ് ചെയ്യുക. ഫോണിലെ വലിയ സ്ക്രീനിൽ കൂടുതൽ സ്ക്രീൻ കാണാൻ തന്നെയാണ് ഭംഗി. എന്നാൽ ഫോൺ ബാറ്ററിക്ക് ആയുസ് കുറവാണ് എന്ന പ്രശ്നം വീണ്ടും ആവർത്തിക്കരുത്. സ്ക്രീൻ ബ്രൈറ്റ്നസ് കുറച്ച് നോക്കൂ. നിങ്ങളുടെ കണ്ണുകൾ അത് അഡ്ജസ്റ്റ് ചെയ്യും. കൂടാതെ ബാറ്ററി കൂടുതൽ ഈട് നിൽക്കുകയും ചെയ്യും. ഐഫോണിൽ സെറ്റിങ്സിൽ പോവുക, ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്സിൽ പോവുക. ഇത് ഓട്ടോ ബ്രൈറ്റ്നസ് ആക്കി വയ്ക്കുക. ഓട്ടോ ബ്രൈറ്റ്നസ്സിലാണെങ്കിൽ അത് ഓഫ് ചെയ്യുക. മാനുവലായിട്ട് നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഏകദേശം ഇത്രയും വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ സെറ്റിങ്സിൽ പോവുക, ഡിസ്പ്ലേ ആൻഡ് ടേൺ ഓഫ് അപ്ഡേറ്റീവ് ബ്രൈറ്റ്നസ്. അതിനുശേഷം ടാപ്പ് ഓൺ ദി ബ്രൈറ്റ്നസ് ലെവൽ ആൻഡ് അഡ്ജസ്റ്റ് യുവർ പെർഫോമൻസ്. ഇനി ഫോണിൻ്റെ വൈബ്രേഷൻ ഓഫ് ചെയ്യുക. ഫോൺ റിംഗ് ശബ്ദത്തിനൊപ്പം വൈബ്രേഷൻ കൂടി ഒന്ന് വയ്ക്കുന്നവരാണ് അധികവും. ഫോൺ ബാറ്ററിയെ സംബന്ധിച്ചിടത്തോളം ഫോൺ റിംഗ് ചെയ്യാൻ എടുക്കുന്ന ചാർജിനേക്കാൾ വളരെ കൂടുതൽ ചാർജ് ഫോണിനെ വിറപ്പിക്കാൻ ആവശ്യമുള്ളത്. ബാറ്ററിയുടെ ആയുസ് അല്പം കൂടി കൂട്ടണമെന്നുണ്ടെങ്കിൽ വൈബ്രേറ്റർ ഓഫ് ചെയ്ത് വയ്ക്കുക. iOS-ലാണെങ്കിൽ സെറ്റിങ്സിൽ പോവുക, സൗണ്ട് ആൻഡ് ദെൻ സ്വിച്ച് ഓഫ് വൈബ്രേറ്റ് റിംഗിങ്. അതാണ് ചെയ്യേണ്ടത്. ആൻഡ്രോയിഡിലാണ് ഗോ ടു സെറ്റിംഗ്സ്, സൗണ്ട് ആൻഡ് നോട്ടിഫിക്കേഷൻ, ഓൾസോ വൈബ്രേറ്റ് ഫോർ കാൾസ്. കൂടാതെ ഹോം സ്ക്രീനിൽ വോളിയം കീ ഉപയോഗിച്ച് നിങ്ങളുടെ മുൻഗണന സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് സ്ലീപ്പ് ഓട്ടോ ലോക്ക് സമയം കുറയ്ക്കുക. നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ബാറ്ററി കുടിച്ചു വറ്റിക്കുന്ന കാര്യത്തിൽ വളരെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ഫോൺ ഉപയോഗമില്ലാത്ത സമയത്ത് ഡിസ്പ്ലേ ഓഫാക്കുന്നത് നല്ലത്. സ്ലീപ്പ് ഓട്ടോ ലോക്ക് സമയം കുറച്ച് വെച്ചാൽ ഫോണിൽ ലോക്കാക്കാൻ മറന്നു പോകുന്നത് പ്രശ്നമാക്കേണ്ടതില്ല. ഐഫോണിലാണെങ്കിൽ ആൻഡ്രോയിഡിലാണെങ്കിൽ പരമാവധി 1/2 മിനിറ്റ് ആക്കി സെറ്റ് ചെയ്യുക. ആൻഡ്രോയിഡ് ഫോണിൽ ഗോ ടു സെറ്റിംഗ്സ്, ഡിസ്പ്ലേ ആൻഡ് സ്ലീപ്പ്. ഐഫോണിലാണെങ്കിൽ ഗോ ടു സെറ്റിംഗ്സ്, ജനറൽ, ഓട്ടോ ലോക്ക്. ഇത് 1 മിനിറ്റായിട്ടോ 2 മിനിറ്റായിട്ടോ 1 മിനിറ്റായിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്തതായിട്ട് ബ്ലൂടൂത്ത് ഓഫ് ആക്കുക. പണ്ടത്തെ പോലെയല്ല, ഇന്ന് സ്മാർട്ട് ഫോണുകൾ മറ്റ് പല ഉപകരണങ്ങളുമായും കണക്ട് ചെയ്യാൻ ബ്ലൂടൂത്ത് അത്യാവശ്യമാണ്. സിസ്റ്റം ഇന്ന് ബ്ലൂടൂത്ത് കാര്യമായ ബാറ്ററി ഉപയോഗിക്കുന്നില്ലെങ്കിലും ആവശ്യമില്ലെങ്കിൽ ഇത് ഓഫ് ചെയ്യുന്നതാണ് ബാറ്ററിക്ക് നല്ലത്. അത് ഐഫോണിലാണെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് ടൈപ്പ് ചെയ്യുക, ബ്ലൂടൂത്ത് ഇങ്ങനെ അതിൽ ടച്ച് ചെയ്ത് ഓഫ് ചെയ്യുക. ആൻഡ്രോയിഡ് ഫോണിൽ ഗോ ടു സെറ്റിംഗ്സ്, ബ്ലൂടൂത്ത് ആൻഡ് ടോഗിൾ ഇറ്റ് ഓഫ്. അതാണ് ചെയ്യേണ്ടത്. ഇത്രയും ചെയ്ത് നിങ്ങളുടെ ബാറ്ററി ഒന്ന് ശ്രദ്ധിക്കുക, തീരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ സിഗ്നലിൻ്റെ ശക്തി ശ്രദ്ധിക്കുക. മൊബൈലിൻ്റെ ഓപ്പറേറ്ററുടെ വൈഫൈ ഓപ്പറേറ്ററുടെയോ സിഗ്നൽ ദുർബലമായിരിക്കുന്നത് ഫോണിന് കൂടുതൽ ബുദ്ധിമുട്ടാണ്. പറ്റുമെങ്കിൽ എയർപ്ലെയിൻ മോഡ് ഓണാക്കുക, അല്ലെങ്കിൽ ഫോൺ സിഗ്നൽ ശക്തി കൂടിയ സ്ഥലത്തേക്ക് മാറി നിൽക്കുക. പിന്നെ അടുത്തത്, ബാറ്ററി തീരെ ഇല്ലാതാകുന്നവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല ചാർജ് ചെയ്യാൻ. ഫോൺ ബാറ്ററി തീരാനാകുന്നവരെ കാത്തിരുന്ന് പിന്നെ മുഴുവനായി ചാർജ് ചെയ്യുക എന്നത് പുതിയ സ്മാർട്ട് ഫോണുകളുടെ കാര്യത്തിൽ ഇത് കാര്യമാക്കേണ്ടതില്ല എന്നാണ് വിദഗ്ധ അഭിപ്രായം പറയുന്നത്. ചാർജ് ചെയ്യാൻ സൗകര്യം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്ക് ബാറ്ററി ചാർജ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് സ്മാർട്ട് ഫോണുകളുടെ ബാറ്ററിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. ഇത് നിങ്ങൾ